ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെ വരുമ്പോ സ്വാഭാവികമായും വന്ദനയ്ക്ക് തന്നോട് വെറുപ്പാണെന്ന് ജഗൻ തെറ്റിദ്ധരിക്കും. അങ്ങനെ തെറ്റിദ്ധാരണ മൂലം ജഗൻ വെറുക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ആനന്ദവല്ലിയുടെ രംഗപ്രവേശം. സൂപ്പർ. ഇപ്പോ മനോജും ഹരിതയും താമസിക്കുന്നേ. അവരോടൊപ്പം ചന്ദ്രികാമ്മയുണ്ട്. ആ വിവരം അച്ഛൻ പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. ശരിയാ മോളെ, അവരുടെ വീട്ടിന്റെ വളരെ അടുത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. സന്തോഷായമ്മേ. ഇനി വിശേഷങ്ങളൊക്കെ പരസ്പരം അറിയാൻ കഴിയുമല്ലോ. അമ്മ ഹരിതയുടെ വീട്ടിൽ പോയി ചന്ദ്രികാമ്മയും മനോജിനൊക്കെ കണ്ടിരുന്നോ? ആ, കണ്ടിരുന്നു മോളെ. ആ വിശേഷമൊക്കെ പറയാതിരിക്കുന്നതാ ഭേദം. പാവം ചന്ദ്രികാമ്മ, അവർക്ക് ഈ ഗതി വന്നല്ലോ മോളെ. എന്താമ്മേ, ചന്ദ്രികാമ്മയ്ക്ക് അവിടെ എന്താ പ്രശ്നം? പറഞ്ഞാൽ ഞാൻ നുണ പറയുകയല്ലെന്ന് നീ വിശ്വസിക്കുമെങ്കിൽ ഞാൻ പറയാം. മരുമോള് ചന്ദ്രികാമ്മയെ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്നും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലെന്നും ചന്ദ്രികാമ്മ പറഞ്ഞു. പക്ഷേ അതൊക്കെ വെറും ഭംഗി വാക്കുകളാ. ചന്ദ്രികാമ്മയെ ഹരിത നരകയാതന അനുഭവിപ്പിക്കുക മോളെ. ദേ, എന്നെ കണ്ടപ്പോ ഹരിത എന്നോടും തട്ടിക്കയറി അപമാനിച്ചു. ഞാൻ അതൊന്നും കാര്യമൊക്കുന്നില്ല മോളെ. എന്നാലും പാവം ചന്ദ്രികാമ്മയുടെ കാര്യം. അമ്മ, ഒരുപക്ഷെ അച്ഛൻ അമ്മയെ വിളിക്കാൻ സാധ്യതയുണ്ട്. ചന്ദ്രികാമ്മയുടെ വിശേഷം ചോദിച്ചാ അച്ഛന് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയരുതേ. ഇല്ല, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. അമ്മ ഇടയ്ക്കിടയ്ക്ക് പോയി ചന്ദ്രികാമ്മയെ കാണണം. കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യാം മോളെ. എന്നാ ഞാൻ ഫോൺ വെക്കാമേ. ശരി മോളെ. നിന്റെ അമ്മയോടാണ് ഫോണിൽ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ അമ്മായിമ്മ എന്തൊക്കെ പൊടിപ്പും തൊങ്ങലും നിനക്ക് ഓതി തന്നു. അങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് ഓതാൻ എന്റെ അമ്മ നുണച്ചിയൊന്നും അല്ല. ഒള്ളുന്ന പരമാർത്ഥങ്ങളാ പറഞ്ഞത്. വയസ്സായി ആവതില്ലാതായ കാലത്ത് മരുമോളുടെ ദാസ്യപ്പണി എടുക്കേണ്ട ഗതികേട് നിങ്ങളുടെ പെറ്റമ്മയ്ക്ക് ഉണ്ടാവരുത്. അമ്മ എത്രയും പെട്ടെന്ന് വിളിച്ചോണ്ട് വരണം. കൊള്ളാം. തോന്നുമ്പോ പറഞ്ഞു വിടാനും തോന്നുമ്പോ വിളിച്ചോണ്ട് വരാനും അമ്മയ്ക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ? ഹരിത അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കില് അത് അമ്മയുടെ സ്വഭാവ മഹിമ കൊണ്ടായിരിക്കും. നീ അതൊന്നും കേട്ടേ തുള്ളാൻ നിൽക്കണ്ട. വീട്ടുജോലികളിൽ അമ്മ ഹരിതയെ സഹായിക്കുന്നുണ്ടെങ്കിൽ തെറ്റൊന്നുമില്ല. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പെറ്റമ്മയെ കൊല്ലാക്കൊല ചെയ്യിക്കുന്ന മഹാപാപം കണ്ടു നിൽക്കരുത് മനുഷ്യ. നിക്ക്, നമുക്കുടനെ ഒന്നേ പുറത്തു പോണം. നീ റെഡിയാവോ? എന്തിനാ? അമ്മയെ വിളിച്ചോണ്ട് വരാനാണോ? നീ പെട്ടെന്ന് റെഡിയാവോ സുമിത്രേ. കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. കാര്യം പറഞ്ഞാലേ നീ കൂടെ വരുള്ളൂ. വേറെ റെഡിയോ? ഞാൻ ഈ ഡ്രസ് ഒന്നും മാറിയിട്ട് വരാം. എന്റെ ദേവി, അമ്മയെ തിരിച്ചു കൊണ്ടുവരാനുള്ള സൽബുദ്ധി തോന്നിപ്പിക്കണേ. ഓർമ്മളയാണല്ലോ. ഹലോ ഓർമ്മളെ. ആ ചന്ദ്രിയെ, നീ ഇപ്പൊ വീട്ടിലുണ്ടോ? എനിക്ക് ഉടനെ ഒന്ന് കാണണം. ഞാനിപ്പോ മനോജിന്റെ വീട്ടിലാ. ആ മനോജിന്റെ വീടോ? അവ സ്വന്തമായിട്ട് വീട് വെച്ചോ?
ഇല്ല. സിറ്റിയിൽ മനോജിനും ഹരിതയ്ക്കും താമസിക്കാൻ വേണ്ടി കുറുപ്പൊരു വീടെടുത്തു കൊടുത്തു. ഞാനിപ്പോ അവിടെയാ താമസം. ആ എങ്കി ഞാൻ ആ വീട്ടിലേക്ക് വരാം. അയ്യോ വേണ്ട, നീ ഈ വീട്ടിൽ വരണ്ട. നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാം. നീ വരേണ്ട സ്ഥലം ഞാൻ പിന്നെ ഫോൺ വിളിച്ച് അറിയിക്കാം. അതുപോരെ? ആ അത് വേണ്ട, നീ എന്റെ വീട്ടിലേക്ക് വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. എന്നാ ശരി. ഹലോ ഹലോ ഹലോ. മനോജിന്റെ വീട്ടിൽ ഞാൻ ചെന്നാൽ എന്താ പ്രശ്നം? എന്തോ പന്തികേടുണ്ടല്ലോ. പെട്ടെന്ന് കോളും കട്ട് ചെയ്തു. ചന്ദ്രിക എന്തോ പ്രതിസന്ധിയിലാണ്. അപ്പച്ചി, അപ്പച്ചി വളരെ സന്തോഷത്തിലാണല്ലോ. നിന്നെ പോലെ മനസ്സിനിണങ്ങിയ ഒരു പെണ്ണ് മിണ്ടാനും സഹകരിക്കാനും ഉണ്ടെങ്കിൽ അതിപ്പരം ഒരു സന്തോഷം മറ്റെന്താടിയുള്ളത്? നീ വീണ്ടും വന്നതോടെ ഞാൻ ഉഷാറായി. എന്റെ തന്ത്രങ്ങൾക്കും പുതിയ ജീവൻ വെച്ചു. വന്ദനയുടെ പൂജയും വഴിപാടും ഒക്കെ തകൃതിയായി നടക്കുന്നില്ലേ? നടക്കുന്നുണ്ട്. ജഗനുമായിട്ട് സഹകരിക്കാതിരിക്കാനും വന്ദന പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അതാടി നിന്റെ ഈ അപ്പച്ചിയുടെ മിടുക്ക്. ഒരു കാര്യത്തിലും അല്പം പോലും സംശയം ഉണ്ടാകാത്ത രീതിയിലുള്ള പ്ലാനിങ്. അപ്പച്ചിയുടെ മിടുക്കിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. മുൻകൂട്ടി ജോത്സിനെ പോയി കണ്ട് അപ്പച്ചി പണം കൊടുത്ത കാര്യം ആരും അറിഞ്ഞിട്ടില്ല. പതുക്കെ പറയടി. അയ്യോ, ജഗന് മൃത്യുദോഷം ഉണ്ടെന്ന ജോത്സിന്റെ പ്രവചനം ശുദ്ധ കള്ളമാണെന്ന് ഇവിടെ അമ്മയ്ക്കോ വന്ദനയ്ക്കോ മനസ്സിലായിട്ടില്ല. പാവം വന്ദന വഴിപാടുകളൊക്കെ നടത്തിയും പ്രാർത്ഥിച്ചും വല്ലാതെ കോലം കെട്ടി. ഒന്ന് ചോദിച്ചോട്ടെ, വന്ദന ജഗനോട് എല്ലാ കാര്യത്തിലും പരമാവധി അകലം പാലിക്കുന്നുണ്ട്. അത് ജഗന്റെ മൃത്യുദോഷം തീരാനാണെന്നുള്ള കാര്യം വന്ദനയ്ക്ക് പറയാനും പറ്റില്ല. അതുകൊണ്ടൊക്കെ നമുക്കെന്താ നേട്ടം? പറയാം. തുടർച്ചയായി വന്ദന ജഗനുമായി അകന്നു നിൽക്കുമ്പോ ജഗൻ അതിന്റെ കാരണം അന്വേഷിക്കും. ജോത്സ്യന്റെ നിർദ്ദേശപ്രകാരം ജഗന്റെ മൃത്യുദോഷം മാറ്റാനാണെന്ന കാരണം വന്ദനയ്ക്ക് പറയാനും പറ്റില്ല. ശരിയല്ലേ? ശരിയാ. അങ്ങനെ വരുമ്പോ സ്വാഭാവികമായും വന്ദനയ്ക്ക് തന്നോട് വെറുപ്പാണെന്ന് ജഗൻ തെറ്റിദ്ധരിക്കും. അങ്ങനെ തെറ്റിദ്ധാരണ മൂലം ജഗൻ വെറുക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ആനന്ദവല്ലിയുടെ രംഗപ്രവേശം. സൂപ്പർ. മാനത്തെ കൊട്ടാരം